ഏറ്റവും മനോഹര ഗ്രാമമായ കൊല്ലംകോട്, ആ കൊല്ലംകോടിൻ്റെ ഗ്രാമ കാഴ്ചകൾ കാണാൻ കൊതിക്കുന്നവർ ഒരുപാടുണ്ടാവും. അത് കണ്ടേക്കണവരുണ്ടാവും. എന്നാൽ ആ കാണാൻ കൊതിക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ഉണ്ടിത്. അപ്പോൾ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഈ കൊല്ലംകോട് കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്ത് പോകാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു വീഡിയോ ആണിത്. നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഈ കൊല്ലംകോട് മുഴുവൻ കാണണമെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസമൊന്നും പോരാ. കാരണം 1-2 ദിവസം അവിടെ നിന്നാൽ മാത്രമേ ഇത് മുഴുവൻ കവർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഈ കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്ത് പോരാൻ സാധിക്കും. ഏകദേശം ഒരു 90-95 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്കൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് പോകാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു 9-9 മണിയോടുകൂടി ഇവിടെ എത്താൻ കണക്കാക്കി പോന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്ഥലങ്ങൾ, അതായത് നമ്മൾ ആദ്യം ഇവിടെ വന്നിട്ട് പോകേണ്ടത് ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ് ആദ്യം പോകേണ്ടത്. അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി തന്നെയാണ് നമ്മുടെ ചെല്ലച്ചേട്ടൻ്റെ ചായക്കട. ഈ ചെല്ലച്ചേട്ടൻ്റെ ചായക്കട അവിടെ നിന്ന് 2 വഴികളാണുള്ളത്. ഒന്ന് റൈറ്റിലേക്കും കാണാം, ഒന്ന് ലെഫ്റ്റിലേക്കും കാണാം. ആദ്യം ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലേക്ക് പോകാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിൽ എൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അതൊരു 11 മണിയോടുകൂടിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ കാഴ്ചകളൊക്കെ കാണുള്ളൂ. അതൊരു വ്യത്യസ്തമായ ആചാര രീതികളുള്ള ഒരു ക്ഷേത്രമാണ് ഈ ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം എന്ന് പറയുന്നത്. അതായത് ആടിനെയും കോഴിനെയൊക്കെ അറുത്ത് അവിടെ തന്നെ കറി വെച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും നമുക്ക്. അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 11 മണിയോടുകൂടിയൊക്കെ അവിടെ എത്തണം. അല്ലാന്നുണ്ടെങ്കിൽ ആ കാഴ്ചകളൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ ആദ്യം നമ്മൾ ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലേക്ക് പോവുക. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ നേരെ തിരിച്ച് ഈ ചെല്ലച്ചേട്ടൻ്റെ ചായക്കട തന്നെ അടുത്ത് തന്നെ എത്തും. അവിടെ നിന്ന് വേണമെങ്കിൽ ഒരു ചായ കുടിച്ചതിന് ശേഷം ഈ കളത്തിലേക്ക് പോകാം. ആ ലെഫ്റ്റിലേക്ക് കാണുന്ന വഴിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ കളത്തിലേക്ക് എത്താം. കളത്തിലേക്ക് പോകുന്ന വഴിയും നല്ല നല്ല കാഴ്ചകളാണ്. ഒരുപാട് കൃഷികളൊക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കളത്തിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 10 രൂപ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഫീസ് ഉണ്ട്. അതൊക്കെ കൊടുത്തതിന് ശേഷം ആ കളത്തിലെ കാഴ്ചകളൊക്കെ കാണാം. കളത്തിലെ കാഴ്ചകൾ എന്ന് പറയാനായിട്ട് ഇവിടെ അതിമനോഹരമായ കാഴ്ചകളാണുള്ളത്. കാരണം നമ്മൾ ഈ നെല്ലിയാമ്പതി മലനിരകളുടെ നേരെ താഴ്വരയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കൃഷിയും അതൊക്കെ ഉണ്ടായിരുന്ന നെല്ലും ഇതൊക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് ഈ കളം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ വശത്ത് നിന്ന് ഈ പാറയുടെ മേലെ കയറി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ നെല്ലിയാമ്പതി മലനിരകളുടെ താഴെയുള്ള കൃഷി എല്ലാം തന്നെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. കൊല്ലംകോട് സന്ദർശിക്കാനുള്ള സമയം ഇത് തന്നെയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു സമയം എന്ന് പറയുന്നത്. ഈ മഴയും അതേപോലെ തന്നെ ഈ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഇങ്ങോട്ട് വന്നാലത് കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മഴ ഉള്ളതുകൊണ്ട് തന്നെ നെല്ലിയാമ്പതി മലനിരകളുടെ മേലെ നിന്ന് ഒഴുകി വരുന്ന പല സ്ഥലങ്ങളിൽ നിന്നുള്ള വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെയാണ് ഈ കൊല്ലംകോട് സന്ദർശിക്കാൻ പറ്റിയൊരു സമയം. നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു 12-12 ആയിരിക്കും ഈ കളത്തിലേക്ക് എത്തുന്നത്. ഈ കളത്തിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉച്ചഭക്ഷണത്തിൻ്റെ സമയം ഉണ്ടാകും. ഇവിടെ ഉച്ചഭക്ഷണമുണ്ട്. ഒരു 70 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറ് കിട്ടും. അതുകൂടാതെ വേറെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ആ ചോറ് മേടിച്ച് കഴിച്ചതിന് ശേഷം ഇവിടെ നിന്ന് പിന്നെ സീതാർകുണ്ടിലേക്ക് പോകാം. സീതാർകുണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. ഇല്ലെങ്കിൽ സീതാർകുണ്ടിൽ ചെന്നിട്ടാണെങ്കിലും അവിടെ നിന്ന് ഭക്ഷണം കിട്ടും. അവിടെ നിന്ന് കഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഈ സീതാർകുണ്ടിലേക്ക് പോകുന്ന വഴി തന്നെയാണ് ഈ താമരപ്പാടം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനാണിത്. അപ്പോൾ ഈ സ്ഥലം ശരിക്കും നമുക്ക് കണ്ട് നടക്കാനുള്ള സ്ഥലമുണ്ട്. ഈ പാടത്തോട്ടൊക്കെ ഇറങ്ങി നടന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ താമരപ്പാടം എന്ന് പറയുന്നത്. അത്രയ്ക്ക് മനോഹരമായൊരു സ്ഥലമാണ് താമരപ്പാടം. അപ്പോൾ ഇവിടെ നിന്ന് ഈ താമരപ്പാടത്ത് നിന്ന് പിന്നെ ഏകദേശം ഒരു 1 കിലോമീറ്റർ മാത്രമേ ഈ സീതാർകുണ്ടിലേക്കുള്ളൂ. ഈ സീതാർകുണ്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ വെള്ളച്ചാട്ടമാണുള്ളത്. അവിടെ നിന്ന് വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് ആ വെള്ളച്ചാട്ടം കാണാം, വെള്ളച്ചാട്ടത്തിൽ കുളിക്കാം. ആ രീതിയിലുള്ളൊരു കാഴ്ചകളാണ് ഈ സീതാർകുണ്ടിലുള്ളത്. അപ്പോൾ ഇവിടെ കുളിക്കുകയും അതേപോലെ തന്നെ കാട്ടിലൊക്കെ കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അപ്പോൾ ഇവിടെ നിന്ന് പിന്നെ പോകേണ്ട ഒരു വെറൈറ്റി സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. വാമലയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. വാമല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും വ്യത്യസ്തമായിട്ടുള്ള ഈ 3 സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് വാമല എന്ന് പറയുന്നത്. ശ്രീമുരുകൻ്റെ ഒരു ക്ഷേത്രമാണത്. കുന്നിമുകളിലുള്ളൊരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു വ്യത്യസ്തമായ അനുഭവമാണ്. അത് ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാവും. അത് വൈകിട്ടാണ് ഏറ്റവും നല്ലത്. അവിടെ എത്താൻ പറ്റിയൊരു സമയം വൈകിട്ടാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ഏറ്റവും അവസാനം ഈ വാമലയിലേക്ക് അങ്ങോട്ട് പോകാം. വാമലയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ മേലെ കയറുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. വളരെ ശാന്തമായൊരു അന്തരീക്ഷമായിരിക്കുള്ളൂ. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ മരമാണ്. ആ മരവും ആ ക്ഷേത്രവും അതൊരു പ്രത്യേക ഒരു ലുക്ക് തന്നെയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഏറ്റവും നല്ല കാഴ്ചയല്ല, ഇവിടെ റിലാക്സ് ചെയ്യാൻ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല ചെറിയൊരു കാറ്റും ആ രീതിയിലുള്ളൊരു അന്തരീക്ഷമാണ്. ഈ കൊല്ലംകോട് കറങ്ങി തീർക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസമൊന്നും പോരാ. 1-2 ദിവസമെങ്കിലും നമ്മൾ ഇവിടെ നിന്നാൽ മാത്രമേ ഈ കൊല്ലംകോട് മൊത്തത്തിൽ നമുക്ക് കറങ്ങി തീർത്ത് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ
അപ്പോൾ ഈ ഒറ്റ സൗണ്ട് കറങ്ങി തീർക്കാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങൾ അതാണ് ഇപ്പോൾ ഞാനിവിടെ പരിചയപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. നമുക്കപ്പോൾ അടുത്ത ദിവസം തന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.